നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ നടുങ്ങുന്ന നീക്കത്തിലേക്ക് ഇസ്രയേൽ, അമേരിക്ക. യുദ്ധം അതേത് നിമിഷവും ആളിക്കത്തുമെന്ന ഭീതിയിൽ നിൽക്കുമ്പോൾ ഗൾഫ് മേഖലകളെ വിറപ്പിക്കുന്ന വിവരം പുറത്ത്. ഖമനേയിയെ തീർക്കാൻ ട്രംപ് നെതന്യാഹു രഹസ്യ ചർച്ച നടന്നുവെന്ന അഭ്യൂഹമാണിപ്പോൾ പരക്കുന്നത്. ഇറാനുമായി നടക്കുന്ന ആണവ കരാർ ചർച്ച എങ്ങും എത്തിയിട്ടില്ല. അമേരിക്കൻ വ്യവസ്ഥകൾ അംഗീകരിക്കാനോ മുട്ടുമടക്കാനോ തങ്ങളെ കിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഇത് ഖമനേയിയുടെ അന്തിമ വാക്കെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചു. ഖമനേയി ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഇറാൻ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളുടെയും ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനി ഖമനേയി തന്നെ. ഇരുവരും ചേർന്ന് ഖമനേയിക്ക് ചെക്ക് വെച്ചു എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. അമേരിക്കൻ ആക്രമണം ഭയന്ന് ഖമനേയി കുടുംബത്തോടെ ടണലിലാണ്. ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പരമോന്നത നേതാവ് ഒളിച്ച ടണൽ വളഞ്ഞ് പുറത്തേക്ക് ചാടിക്കാൻ US പട. ടെഹ്റാനിലിട്ട് തീർക്കാൻ പ്ലാനിട്ട് ജൂതപ്പടയും. ഇസ്രയേലിന്റെ ആജന്മ ശത്രു ഖമനേയിയാണ്. ആ തലയെടുക്കാൻ പതിറ്റാണ്ടുകളായി മൊസാദ് കാത്തിരിപ്പാണ്. ഖമനേയിയുടെ സ്ഥിരം ഒളിത്താവളം ഈഗിൾ 44 ഇപ്പോൾ നിശ്ചലമാണ്. ഇവിടെ ഖമനേയി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഈഗിൾ 44 ലക്ഷ്യം വെച്ചിരുന്നു. ഒരിക്കലും ഇസ്രയേൽ കൈവയ്ക്കില്ല എന്ന് ഖമനേയി കരുതിയ ഈ കേന്ദ്രത്തിന് മുകളിൽ തലങ്ങും വിലങ്ങും ജൂതപ്പടയുടെ മിസൈലുകൾ തീതുപ്പി. തുടർന്നാണ് ഈഗിൾ 44-ൽ നിന്ന് പരമോന്നതൻ ഓടി ഒളിച്ചതും മറ്റൊരു അഭയ കേന്ദ്രത്തിലേക്ക് മാറിയതുമൊക്കെ. ഖമനേയി എവിടെയെന്ന് തിരയുകയാണ് മൊസാദും CIA ചാരന്മാരും. ഇറാനിലേക്ക് ആക്രമണത്തിന് സജ്ജമായി നിൽക്കുകയാണ് ഇസ്രയേൽ. ഘോര യുദ്ധം തുടങ്ങാൻ പോകുന്നുവെന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു. ലബനൻ, സിറിയ മേഖലകളിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലബനനിലെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കി. 2024 നവംബറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടായ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ലബനനിൽ ഏതാണ്ട് എല്ലാ ദിവസവും ആക്രമണം തുടരുന്നുണ്ട്. സിറിയയിലെ ഹിസ്ബുള്ള അനുകൂല കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം നടത്തി. ഇറാനിലേക്കൊരാക്രമണം തുടങ്ങിവെച്ചാൽ ലബനൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലിന് നേർക്ക് ആക്രമണം ഉണ്ടാകും. ഇറാഖിലെ മിലീഷ്യകളും കളത്തിൽ വരും. ഇറാനെ ലക്ഷ്യം വെക്കുന്നതിന് മുൻപേ ആക്രമണങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലകൾ ക്ലിയർ ചെയ്യുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള ബന്ധം അതീവ സങ്കീർണമായി തുടരുന്നതിനിടെ അപ്രതീക്ഷിത വെളിപ്പെടുത്തലുമായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് റൂബിയോ അറിയിച്ചു. ലോകത്തെ പ്രധാന തർക്കങ്ങൾ പരിഹരിക്കാൻ നേരിട്ടുള്ള ചർച്ചകളാണ് പോംവഴിയെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ശത്രുരാജ്യങ്ങളുടെ നേതാക്കളെ കാണുന്നത് ഒരു വിട്ടുവീഴ്ചയായി കാണേണ്ടതില്ലെന്നും പ്രായോഗികമായ പരിഹാരത്തിനാണ് ട്രംപ് മുൻഗണന നൽകുന്നതെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതൊരു കാരണവശാലും അനുവദിക്കില്ല എന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ മാക്സിമം പ്രഷർ നയത്തിനൊപ്പം തന്നെ ഒരു കരാറിലെത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. ജനീവയിൽ വെച്ച് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകളിൽ അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇറാൻ ഭരണമാറ്റം വേണമെന്ന ആവശ്യം ട്രംപ് കഴിഞ്ഞ ദിവസം ഉയർത്തിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സൈനിക നീക്കം ഒഴിവാക്കി സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ ഇറാനെ വരുതിയിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനിടയിലാണ് ഖമനേയുമായി നേരിട്ട് ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാണ് എന്ന് ഇപ്പോൾ US-ൽ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു വഴിക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നതും. അതായത് ഖമനേയിയെ തീർക്കുന്നതിനെ കുറിച്ചുള്ള രഹസ്യ ചർച്ചകൾ നടന്നു എന്നാണ് ഒരു വഴിക്ക് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണിപ്പോൾ ഖമനേയിയെ നേരിട്ട് കാണണമെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒളിത്താവളത്തിൽ നിന്ന് ഖമനേയിയെ പുറത്തേക്ക് ഇറക്കാനുള്ള നീക്കമാണോ ഇത് എന്നുള്ള സംശയങ്ങളാണ് ഇറാൻ മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നത്.
ഇറാനുമായുള്ള ഏതൊരു നയതന്ത്ര കരാറിലും യുറേനിയം സമ്പുഷ്ടീകരണം തടയുന്നതിലുപരി അവരുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്നത്. അമേരിക്കൻ ജൂത സംഘടനകളുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു നെതന്യാഹു ചിലതൊക്കെ വെട്ടിത്തുറന്നു പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ച കർശന നിലപാടുകൾ നെതന്യാഹു വെളിപ്പെടുത്തുകയും ചെയ്തു. വെറുമൊരു നിരോധനമല്ല, മറിച്ച് ആണവായുധ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇറാനിൽ ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്ന് നെതന്യാഹു ആവർത്തിച്ചു. ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ പുറത്തെത്തിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രയേൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ചകൾക്ക് ഈ ആഴ്ച തുടക്കം കുറിക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ ഈ ഒരു നീക്കം. ആണവ പരീക്ഷണങ്ങൾ മാത്രമല്ല, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും ഇസ്രയേലിന് തലവേദനയാണ്. ഇറാൻ മിസൈൽ പരീക്ഷണം ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അതിനുള്ള മറുപടി ഇറാന് ജൂതപ്പട കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിർണായകമായ സുരക്ഷാ പരിധി മറികടന്നാൽ തനിച്ച് സൈനിക നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത്, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ഇറാനിലേക്ക് ആക്രമണം നടത്തുമെന്ന്. ഇറാന്റെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അത് തടയാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വിക്ഷേപണ തറകളും തകർക്കുന്നതിനടക്കമുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നും നയതന്ത്ര സൈനിക ചർച്ചകളിൽ ഇസ്രയേൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായി ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കി. മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണ പദ്ധതികളാണ് ഉദ്യോഗസ്ഥർ അമേരിക്കൻ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്മണ രേഖ ഇറാൻ മറികടന്നാൽ ഞങ്ങൾ തനിച്ച് ആക്രമിക്കുമെന്നാണ് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. ഇറാൻ നിലവിൽ ഈ പരിധി ലംഘിച്ചിട്ടില്ല എന്നും അവർ കടുത്ത നിരീക്ഷണത്തിലാണെന്നും ഇസ്രയേൽ കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധ ശേഖരം പുനർനിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് മറ്റൊരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തി. സൈനിക നടപടിയുടെ കാര്യത്തിൽ ഇസ്രയേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാന്റെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും ഇസ്രയേലിനും അയൽ രാജ്യങ്ങൾക്കും നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാനും ലഭിച്ച ചരിത്രപരമായ അവസരമാണിതെന്നാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്. മറ്റനുബന്ധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ പദ്ധതികളും ചർച്ചകളിൽ അവതരിപ്പിക്കപ്പെട്ടു. അതായത്, ഏത് രീതിയിലും ഞങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് എന്ന് ഇസ്രയേൽ അമേരിക്കയോട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗാസയിലെ തുരങ്ക ശൃംഖലയെക്കുറിച്ചും നെതന്യാഹു നിർണായകമായ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഗാസയിൽ ആകെ 500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. ഇതിൽ 150 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ തകർക്കാൻ കഴിഞ്ഞത്. പണി പൂർത്തിയാക്കാനുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഹമാസിന്റെ മുഴുവൻ തുരങ്കങ്ങളും ഇല്ലാതാക്കുന്നതുവരെ സൈനിക നീക്കം തുടരുമെന്ന സൂചനയും നൽകി. ഇസ്രയേൽ അമേരിക്ക ബന്ധത്തിൽ വലിയൊരു മാറ്റത്തിന് നെതന്യാഹു തുടക്കമിടുകയാണ് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിവർഷം $3.8 ബില്യൺ സൈനിക സഹായം വരും വർഷങ്ങളിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2028 നിലവിലെ കരാർ അവസാനിക്കുന്നതോടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ സഹായം 0-ലെത്തിക്കാനാണ് പദ്ധതി. ഇസ്രയേലിന്റെ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇനി സ്വന്തം പ്രതിരോധം സ്വയം ഏറ്റെടുക്കാൻ കഴിയുമെന്നും അമേരിക്കയുമായുള്ള ബന്ധം വെറുമൊരു സഹായം സ്വീകരിക്കുന്ന രാജ്യത്തിൽ നിന്ന് ഒരു തുല്യ പങ്കാളിയായി മാറണമെന്നും നെതന്യാഹു ആഗ്രഹം പ്രകടിപ്പിച്ചു. നെതന്യാഹുവിന്റെ പെട്ടെന്നുള്ള ഈ ഒരു നീക്കത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ള ചില സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. യുദ്ധവിദഗ്ധർ പറയുന്നത് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രയേൽ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രയേലിനെ പിടിച്ചു നിർത്തുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ ഇസ്രയേലിന് ആക്രമണം നടത്താൻ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇസ്രയേലിന്റെ നീക്കം. ഇറാൻ തങ്ങൾക്ക് വലിയൊരു തീക്കുണ്ടമായി തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ വേറൊരു രാജ്യത്തിന്റെ അനുമതി കാത്തിരിക്കേണ്ട അവസ്ഥ ഇസ്രയേലിനുണ്ടാകരുത് എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇതുമാത്രമല്ല, പല ആയുധങ്ങളും അമേരിക്കയിൽ നിന്നാണ് ഇസ്രയേൽ വാങ്ങുന്നതുമൊക്കെ. അതിലൊക്കെ ഒരു മാറ്റം വരുത്താനാണ് ഇസ്രയേൽ
നീക്കം നടത്തുന്നത്. ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ നിറയുന്ന മറ്റൊരു വാർത്ത, ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമാകുന്നു എന്നാണ്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനും US തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്ന് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. US ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരവെയാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനടുത്ത് വിന്യസിച്ചിരിക്കുന്ന US ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് R. ഫോർഡും അവിടേക്ക് അയക്കുകയാണ്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പരസ്യമായി പറഞ്ഞിരുന്നു. അതാണ് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമെന്ന് തോന്നുന്നു എന്നാണ് നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗിൽ സേനാ പരിപാടിയിൽ പങ്കെടുക്കവേ ട്രംപ് പറഞ്ഞത്. ഇറാന്റെ ഭരണം ആരേറ്റെടുക്കണം എന്നാണ് ആഗ്രഹമെന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പെന്റഗൺ പ്രതികരിച്ചില്ല. ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ ഭീഷണി. ജോർദാൻ, കുവൈത്ത്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE, തുർക്കി എന്നിവിടങ്ങളിൽ US സേനാ താവളങ്ങളുണ്ട്. അമേരിക്ക യുദ്ധസന്നാഹം കോപ്പുകൂട്ടുന്നതോടെ ഇറാൻ അപകടം മണത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ചർച്ചകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന സൂചന നൽകി ഇറാൻ നയതന്ത്ര പ്രതിനിധികൾ രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് എണ്ണ, വാതക മേഖലകളിലും ഖനനത്തിലും സംയുക്ത നിക്ഷേപങ്ങൾക്ക് തയ്യാറാണെന്നും വിമാനങ്ങൾ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടെന്നും ഇറാന്റെ സാമ്പത്തിക നയതന്ത്ര വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ് ഖൻബാരി വ്യക്തമാക്കി. നയതന്ത്ര തലത്തിൽ മഞ്ഞുരുകൾ ദൃശ്യമാകുമ്പോഴും ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആഗോളതലത്തിൽ ശക്തമാകുകയാണ്. ഇറാന്റെ മുൻ രാജകുമാരൻ റസാ പഹ്ലവിയുടെ ആഹ്വാനപ്രകാരം മ്യൂണിക്കിൽ മാത്രം 2.5 ലക്ഷത്തോളം ആളുകളാണ് തെരുവിലിറങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്തുന്നതിനെതിരെ ലോകമെമ്പാടുമുള്ള പ്രധാന നഗരങ്ങളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. ഇറാനിൽ US സൈനികമായി ഇടപെടുന്നതാണ് നല്ലതെന്നും ആണവ കരാറിന്റെ കാര്യത്തിൽ സുദീർഘ ചർച്ച നടത്തേണ്ടെന്നും റസാ പഹ്ലവി പറയുകയുണ്ടായി. ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കും വരെ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റസാ പഹ്ലവിയുടെ മകനാണ് US കഴിയുന്ന റേസ. ഇറാന്റെ ഭരണാധികാരിയാകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഈ ആഴ്ച നടക്കുന്ന US ഇറാൻ ചർച്ചകൾ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.